ഹലോ വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ഈസി ലേണിംഗ്. ഞാൻ സുഷ്മിത കിരൺ. നമ്മൾ ഓൾറെഡി SCRT ക്ലാസ് 8 മാത്സിൽ വരുന്ന ഒരു ടോപ്പിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോളിഗൺസ് ബഹുഭുജങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. നമ്മൾ അടുത്ത ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ പരിഹാരം. PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ ഒരു +2 ലെവൽ എക്സാം ഒക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുപോലെ തന്നെ ട്രിക്കിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ആൻസർ ചെയ്യാൻ സാധിക്കും. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ചോദ്യങ്ങളെ കൂടെ തന്നെ ഇത് പഠിക്കാം അല്ലെ? ഒരു മാനേജർക്ക് ആ സ്ഥാപനത്തിലെ പിയൂണിനേക്കാൾ 5 ഇരട്ടി ശമ്പളം ഉണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ പിയൂണിന്റെ ശമ്പളം 1 ആണെങ്കിൽ മാനേജറുടെ ശമ്പളം എത്രയായിരിക്കണം? 5 ആയിരിക്കണം. അതല്ലേ അതിന്റെ അർത്ഥം. എത്രയാണോ പിയൂണിന് കിട്ടുന്നത് അതിന്റെ 5 ഇരട്ടി ശമ്പളം ആർക്ക് കിട്ടുന്നുണ്ട്? മാനേജർക്ക് കിട്ടുന്നുണ്ട്. ഇനി മാനേജറുടെ ശമ്പളം 75,000 രൂപയാണെങ്കിൽ പിയൂണിന്റെ ശമ്പളം എത്ര? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കത്തില്ലേ? കൂടുതൽ ശമ്പളം കിട്ടുന്ന ആൾ ആരാ? മാനേജർ ആണ് അല്ലെ? 75,000 ആണ് അയാൾക്ക് കിട്ടുന്ന ശമ്പളം. ഇനി ആരുടെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പിയൂണിന്റെ ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ മാനേജറുടെ ശമ്പളം പിയൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. ഇരട്ടി എന്നുള്ളൊരു വാക്ക് കണ്ടാ ഹരിച്ചോണം കേട്ടോ. കുറവുള്ള ആളുടെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഹരിക്കുക, കൂടുതലുള്ള ആളുടെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കുടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ 75,000-നെ നമ്മൾ 5-മായിട്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. 15 ഗുണം 5 ആണ് 75 അല്ലെ? അപ്പൊ 15,000 രൂപയാണ് ആരുടെ ശമ്പളം? പിയൂണിന്റെ ശമ്പളം. ഇതുപോലെ ചിലപ്പോൾ നമുക്ക് നേരെ തിരിച്ചു തരാം. പിയൂണിന്റെ സാലറി തന്നിട്ട് മാനേജറുടെ കാണാൻ ചോദിക്കും. അപ്പൊ ഓർക്കണം മനസ്സിൽ ആരുടെ ശമ്പളം കുറവ്? പിയൂണിന്റെ ആണ് കുറവ്. ആരുടെയാ വലുത്? മാനേജറുടെ അല്ലേ വലുത്. അപ്പൊ പിയൂണിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 5-നെ ഗുണിച്ചാൽ നമുക്ക് മാനേജറുടെ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? കുറവുള്ള ആളുടെ കാണണമെങ്കിൽ ഹരിക്കണം, കൂടുതലുള്ള ആളുടെ കാണണമെങ്കിലോ ഗുണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഒരു ടൂറിന് പോയി, വിനോദയാത്രയ്ക്ക് പോയ ഒരു സംഘത്തിന് ആകെ ചെലവായത് 12,500 രൂപയാണ്. 2,500 രൂപ വെച്ച് അവർ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? പിരിവെടുത്തു. അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം എത്ര പേരായിരിക്കും ആ യാത്രയ്ക്ക് പോയിട്ടുണ്ടാവുക? നോക്കിയാ പോരെ. ആകെ അവർക്ക് മുതലായ പൈസ അല്ലെങ്കിൽ മുടക്കിയ പൈസ എത്രയാണ്? 12,500 രൂപയാണ് അവർ മുടക്കിയത്. ഈ 12,500 രൂപ മുടക്കിയപ്പോ ഓരോരുത്തരും എത്ര രൂപ വെച്ചിട്ടു? 2,500 രൂപ വെച്ചിട്ടു അല്ലെ? ഇപ്പൊ എക്സ് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എക്സ് ആൾക്കാരും അവിടെ എന്ത് ചെയ്യണം? 2,500 രൂപ വെച്ച് പിരിവിടണം. എങ്കിലല്ലേ അവർക്ക് ഇത്രയും രൂപ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ എക്സിന്റെ വില കാണാൻ ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് വിട്ടാ മതി. 12,500-നെ 2,500-മായിട്ട് ഹരിച്ചാൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 25 125 25 ഗുണം എത്രയാണ്? 125 5 ആണ്. അപ്പൊ എത്ര ആളുകളാണ് ആ ട്രിപ്പിന് പോയത്? 5 ആളുകൾ. കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണേ. നമ്മൾ ഇനി കുറച്ചും കൂടെ എന്താണ് ഹയർ ലെവലിലേക്ക് കയറാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്ര? ചോദ്യ പേപ്പറിൽ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾ പൊതുവെ എഴുതി 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 എന്തൊക്കെയോ ചെയ്യുന്ന കാണാറുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെ ചെയ്യാന്ന് നോക്കിയാലോ. ഒരു സംഖ്യ എൻ്റെ കയ്യിലുണ്ടേ, എനിക്കത് അറിയില്ല, ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങോട്ട് ഇട്ടു. ആ സംഖ്യയുടെ 3 മടങ്ങ്, ഈ മടങ്ങ് ഇന്റെ എന്നൊക്കെ വെച്ചാൽ അതിന്റെ അർത്ഥം ഗുണിക്കുക എന്നാണ് കേട്ടോ. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3-മായിട്ട് ഗുണിക്കുക. 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10-മായിട്ട് ഗുണിക്കുക. അതിന്റെ ഇരട്ടി എടുത്തു അല്ലെങ്കിൽ 3 ഇരട്ടി എടുത്തു എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ മടങ്ങ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ 3-മായിട്ട് ഗുണിച്ചു. അപ്പൊ എനിക്ക് എന്ത് ചെയ്തു? പുതിയൊരു വാല്യൂ കിട്ടി. ശരിയല്ലേ? എൻ്റെ ഒരു നമ്പർ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ 3-മായിട്ട് ഗുണിച്ചപ്പോ എനിക്ക് പുതിയൊരു ഉത്തരം കിട്ടി. ഇനി അതിനെ വീണ്ടും ഞാൻ അതിനോടൊപ്പം എന്ത് ചെയ്യാൻ പോവാണ്? 2 കൂട്ടാൻ പോവാണേ. 2 കൂട്ടി. 2 കൂട്ടിയപ്പോ എന്റെ ഉത്തരം എത്രയായിട്ട് മാറി? 50 ആയിട്ട് മാറി. ഇതല്ലേ ചോദ്യത്തിൽ തന്നേക്കുന്നേ. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട്, അപ്പൊ ഞാൻ 3-മായിട്ട് ഗുണിച്ചു, എനിക്ക് പുതിയൊരു വാല്യൂ കിട്ടി. അതിനോടൊപ്പം 2 കൂട്ടി. 2 കൂട്ടിയപ്പോ എത്രയായി? 50 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നേരെ റിവേഴ്സ് ചെയ്താൽ മതി. നോക്കിക്കേ, ഇവിടെ ഞാൻ 2 കൂട്ടിയപ്പോഴല്ലേ എനിക്ക് 50 കിട്ടിയേ. അപ്പൊ അതിൽ നിന്നും 2 കുറച്ചാൽ എനിക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ? 50-ന്ന് 2 കുറച്ചാൽ എത്ര വരും? 48. കണ്ടോ? ഇനി
48. ഏതോ ഒരു സംഖ്യയോടൊപ്പം 3 ഗുണിച്ചപ്പോഴാണ് എനിക്ക് 48 കിട്ടിയത്. അപ്പൊ 48നെ ഞാൻ 3 ഹരിച്ചാൽ എനിക്ക് ഈ ഉത്തരം കണ്ടുപിടിച്ചൂടെ? ഗുണനമാണ് മോള് ചെയ്തെങ്കിൽ താഴെ ഹരണം ചെയ്യുക, ഹരണമാണ് ചെയ്തതെങ്കിൽ ഗുണനം ചെയ്യുക. അതുപോലെ കൂട്ടുമായിരുന്നെങ്കിൽ കുറയ്ക്കുക, കുറയ്ക്കുകയായിരുന്നെങ്കിൽ കൂട്ടുക. നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. 48നെ 3 ഹരിച്ചാൽ എത്ര വരും? 48നെ 3 ഹരിച്ചാൽ 16 എന്ന് വരും. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ എത്രയാണ്? 16. മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന സാധനം ഒന്ന് ബോക്സ് ആക്കി എഴുതുക. നേരെ റിവേഴ്സ് ഓർഡറിൽ പുറകോട്ട് പോന്നാൽ മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടുത്തെ ആൻസർ 16. അടുത്ത ചോദ്യം. നമ്മളെ ഒരു ചോദ്യമാണ്. ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അതെ, ഒരു സംഖ്യ, ആ സംഖ്യ എന്ത് ചെയ്തു? 6 കൊണ്ട് ഗുണിച്ചു. ഞാൻ 6 കൊണ്ട് ഗുണിച്ചപ്പോ എനിക്ക് പുതിയൊരു സംഖ്യ കിട്ടി. അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്തു? 4 കൂട്ടി. അപ്പൊ എനിക്ക് എത്ര വന്നു? 100 എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇനി നേരെ തിരിച്ച്. അപ്പൊ 100ന്ന് ഞാൻ എന്ത് ചെയ്യണം? 4 കുറയ്ക്കണം. 100ന്ന് 4 കുറച്ചാൽ എത്രയാ? 96. ശരിയല്ലേ? ഇനി 96നോ ഞാൻ എന്ത് ചെയ്യണം? 6 ഹരിക്കണം. 96നെ 6 ഹരിച്ചാൽ എത്ര വരും? 96. 6 ഗുണം 1 6, പോയിട്ട് ശിഷ്ടം 3 36 എന്ന് വരും. 6 ഗുണം 6 36. വീണ്ടും നമ്മുടെ ഉത്തരം എത്ര തന്നെ വന്നു? 16 എന്ന് വന്നു. കണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം തരട്ടെ? അത് ചെയ്തിട്ട് എന്റെ ഉത്തരം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം ഇതാണേ. ഒരു സംഖ്യയുടെ കൂടെ 6 കൂട്ടിയിട്ട് 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത്? കുറച്ചു മുമ്പ് ചെയ്തതിന് ചെറിയൊരു ചേഞ്ചസ് വരുത്തി. 6നെ ഗുണിക്കുന്നതിന് പകരം നമ്മൾ കൂട്ടാൻ പറഞ്ഞു. 4നെ ഗുണിക്കുന്നതിന് പകരം കൂട്ടുന്നതിന് പകരം ഗുണിക്കാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫംഗ്ഷൻ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെയ്തു നോക്കുക. ഉത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സംഖ്യയുടെ 3 മടങ്ങും 2 മടങ്ങും കൂട്ടിയപ്പോൾ 100 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ ഞാൻ പറഞ്ഞേ? അത്രയും തവണ അതിനെ ഗുണിക്കുക അല്ലെ? ഒരു സംഖ്യ ഉണ്ട്, എനിക്കത് അറിയില്ല. അതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 ഗുണം x. ഇനി 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 ഗുണം x. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3 മടങ്ങ് 3x, 2 മടങ്ങ് 2x. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി. 3 2 എത്രയാ? 5 ആണല്ലേ? അപ്പൊ 5x 100 ആണെങ്കിൽ മക്കളെ എക്സിന്റെ വില എത്ര വരും? 100/5. 5നെ താഴോട്ട് വിട്ടാ പോരെ? 100/5 എത്രയാ? 20. അപ്പൊ എക്സിന്റെ വില എത്ര വന്നു? 20 എന്ന് വന്നു. ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നേരെ ചെയ്യാം കേട്ടോ. 3 മടങ്ങും 2 മടങ്ങും. 2 മടങ്ങുകളല്ലേ രണ്ടുപേരെയും കൂട്ടുക. 3 2 എത്രയാ? 5. ഒരു സംഖ്യയുടെ 5 മടങ്ങ് 100 ആണ്. അപ്പൊ അതിനെ 5 ഗുണിച്ചാൽ 100 എന്ന് കിട്ടണം. അപ്പൊ വാല്യൂ ഏതായിരിക്കും? 20 ആയിരിക്കും. നമുക്ക് മനസ്സിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാൻ ഇതുപോലെ സ്റ്റെപ്പ് എഴുതി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത നോക്കാം. ഓക്കേ, ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ 21 മടങ്ങായി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെന്റൻസിനെ ഒരു ഇക്വേഷൻ ആക്കി എഴുതി സോൾവ് ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല. നോക്കിക്കേ, ഒരു സംഖ്യയുടെ 12 മടങ്ങ് എന്ന് പറഞ്ഞാൽ 12x ആണ്. അതിനോടൊപ്പം 99 കൂട്ടി. ഞാൻ 99 കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 21 മടങ്ങ് കിട്ടി. അപ്പൊ ആ സംഖ്യയുടെ 21 മടങ്ങായി മാറി. ഇനി 12x എനിക്ക് അപ്പുറത്തോട്ട് വിട്ടൂടെ? അപ്പൊ 99 is equal to 21x. ഇവിടെ പ്ലസ് ആയി കിടന്ന സാധനം അപ്പുറത്ത് പോകുമ്പോ എന്താവും? മൈനസ് ആവും. -12x എന്നാവും. 21ന്ന് 12 പോയാൽ 9. 99x 9x സമമാണെങ്കിൽ എക്സിന്റെ വില എത്ര വരും? 11. ഈ 9നെ ഇങ്ങോട്ട് വിട്ടാ പോരെ? 99നെ 9 ഹരിച്ചാൽ 11 എന്ന് കിട്ടും. ഇത് സാധാരണ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് അത് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു രീതി. ഇതല്ലാതെ ഇത് ചെയ്യാം. എങ്ങനെയാന്നല്ലേ? നോക്കിക്കേ മക്കളെ, ഒരു സംഖ്യയുടെ 12 മടങ്ങ്, അതിനോടൊപ്പം ഞാൻ 99 കൂട്ടി. കൂട്ടിയപ്പോ എത്ര കിട്ടി? 21 മടങ്ങ് കിട്ടി. അതായത് ഒരു സംഖ്യയുടെ 21 മടങ്ങിനോടൊപ്പം അതിന്റെ 12 മടങ്ങ് കുറച്ചാൽ എനിക്ക് എത്ര കിട്ടണം? 99 എന്ന് കിട്ടണം. അപ്പൊ 21ന്ന് 12 കുറച്ചാൽ എത്രയാ? 9 എന്നാ കിട്ടുന്നേ അല്ലേ? അപ്പം പക്ഷെ നമ്മുടെ ഉത്തരം നമുക്ക് എത്ര തന്നേക്കുന്നേ? 99. ഈ 9നെ 99 ആക്കാൻ ഞാൻ എന്ത് ചെയ്താ മതി? 11 ഗുണിച്ചാ മതി. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ എത്രയാ? 11. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ അത് മനസ്സിൽ ചെയ്യുന്ന രീതി, നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്ന രീതി. ബിഗിനർ ആണെങ്കിൽ ഈ രീതി തന്നെ ചെയ്യാം. നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കിട്ടേണ്ട ഉത്തരം 99. പക്ഷെ നമുക്ക് എത്ര ഇവിടെ വന്നുള്ളൂ? 9 വന്നുള്ളൂ. അപ്പൊ ആലോചിക്കുക, 9നെ 99 ആക്കാൻ എന്ത് ചെയ്താൽ മതി?
11 ഗുണിച്ചാൽ മതി. അപ്പൊ അതേ 11 ഇവിടെ കിടപ്പുണ്ട്. നേരെ നമ്മുടെ ഉത്തരം നമുക്ക് 11 എഴുതാം. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു കയറിൽ നിന്നും അതിന്റെ 1/3 ഭാഗം മുറിച്ചു നീക്കി. അപ്പൊ ദേ ഇവിടെ ഒരു വലിയ കയറുണ്ടായിരുന്നു. ആ കയറിന്റെ 1/3 ഭാഗം ഞാൻ ഇതിനെ 3 ഭാഗങ്ങളാക്കി മുറിച്ചാൽ അതിന്റെ 1/3 എന്ന് പറയുന്നത് എത്രയാ? 1/3 ആയിരിക്കും. ബാക്കി എത്ര ഭാഗമുണ്ട്? 2/3 അവിടെ ബാക്കിയുണ്ട്. അപ്പൊ 1/3 ഭാഗം മുറിച്ചു മാറ്റി. ഇത്രയും ഭാഗം ഞാൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. ബാക്കി മിച്ചമുള്ള ഭാഗത്തിന്റെ നീളം 10 മീറ്റർ ആണ്. ദേ ബാക്കി നമ്മുടെ എത്രയുണ്ട്? 10 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കയറിന്റെ ഒറിജിനൽ നീളം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ. അപ്പോ 1/3 ഭാഗം പോയി. ഇനി അവിടെ എത്രയേ ഉള്ളൂ? ഇവിടെ താഴത്തെ സംഖ്യ നോക്കിയാൽ മതി. 3 അല്ലേ? 3-ൽ ഒരെണ്ണം പോയാൽ പിന്നെ എത്രയേ ബാക്കിയുള്ളൂ? 2 ബാക്കിയുള്ളൂ. അപ്പൊ ഈ കയറിന്റെ 2/3 ഭാഗം എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാൻ എളുപ്പമല്ലേ? ഈ 3-നെ അങ്ങോട്ട് വിടുക, 2-നെ താഴോട്ട് വിടുക. 10 ഗുണം 3 മുകളിലോട്ട് പോയി, 2 താഴോട്ട് വന്നു. വെട്ടിക്കോ, 5 എന്ന് വന്നു. 5 ഗുണം 3 എത്രയാ? 15. അപ്പൊ കയറിന്റെ ആകെ നീളം എത്രയായിരുന്നു? 15 മീറ്റർ ആയിരുന്നു. ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചിന്തിച്ചാൽ മതി. നോക്കിക്കേ, ഒരു കയറിനെ ഞാൻ 3 ഭാഗമായിട്ടാ മുറിക്കുന്നത്. 3ഉം ഒരേപോലുള്ള ഭാഗങ്ങളായിട്ടായിരിക്കും മുറിക്കുക. ഇപ്പൊ 2 ഭാഗങ്ങൾ കൂട്ടുമ്പോൾ എനിക്ക് 10 കിട്ടി. അപ്പൊ 5, 5, 5 എന്നല്ലേ മുറിക്കാൻ പറ്റുള്ളൂ? എങ്കിലല്ലേ ഒരുപോലെ കിട്ടത്തുള്ളൂ. ഇത് രണ്ടും 10 കിട്ടിയ 10-നെ നമ്മൾ ഒരുപോലെ മുറിച്ചാൽ എത്രയായിട്ടേ മുറിക്കാൻ പറ്റുള്ളൂ? 5, 5 എന്നല്ലേ മുറിക്കാൻ പറ്റൂ? ഇതും 5 ആയിരിക്കും, ഇതും 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും എത്രയേ ആവുള്ളൂ? 5 ആകുള്ളൂ. അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 15 മീറ്റർ എന്ന് വരും. എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ രണ്ട് രീതിയിലും പറഞ്ഞു. ഏതാണോ ഫോളോ ചെയ്യാൻ എളുപ്പമുള്ളത് ആ രീതി ഫോളോ ചെയ്യാം. ക്വസ്റ്റ്യൻ ഭയങ്കര വലുതായിരിക്കും, പക്ഷെ ചെയ്യേണ്ട രീതി ഭയങ്കര സിമ്പിൾ ആയിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു പാത്രത്തിലുള്ള പാലിന്റെ പകുതി, ഞാനൊരു പാത്രത്തിൽ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത്രയും പാലുണ്ട്. അതിന്റെ പകുതി ഞാൻ എന്ത് ചെയ്തു? ഉപയോഗിച്ച് തീർത്തു. ഇത്രയും ഭാഗം ഞാൻ ഉപയോഗിച്ച് തീർത്തു. പാലിന്റെ പകുതി അവിടെ തീർന്നു. മിച്ചമുള്ള പാലിന്റെ 1/3 ഭാഗം ബാക്കി ഉണ്ടായിരുന്നതിനെ ഞാൻ എന്ത് ചെയ്തു? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 1/3 ഭാഗവും ഞാൻ എന്ത് ചെയ്തു? ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. 1/3 ഭാഗവും ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ ബാക്കിയുണ്ട്. ദേ ഇത്രയും പാല് ബാക്കിയുണ്ട്. അത് എത്രയാ? 5 ലിറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പാലുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇനി ഈ ചിത്രത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പോവാം. നോക്കിക്കേ, ഈ 2 ഭാഗം കൂടെ കൂട്ടുമ്പം 5 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 ഭാഗം കൂട്ടുമ്പോൾ 5 ലിറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ 3-നെ ഒരുപോലെയല്ലേ ഡിവൈഡ് ചെയ്തത്? ഒരുപോലെ 3 കഷ്ണങ്ങളാക്കിയാണ് ഡിവൈഡ് ചെയ്തത്. 2 ഭാഗങ്ങള് 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗവും എത്രയായിരിക്കും? 2.5 വെച്ചായിരിക്കണ്ടേ? ഇതും 2.5 ആയിരിക്കും, ഇതും 2.5 ആയിരിക്കും, ഇതും 2.5 ആയിരിക്കും. ശരിയല്ലേ? അപ്പോ 3 നമുക്ക് ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5 ആണ്. 5-ന്റെ പകുതി എത്രയാ? 2.5 അപ്പൊ ഇതും 2.5 ആണ്, ഇതും 2.5 ആണ്, ഇതും 2.5 ആണ്. അപ്പൊ എത്ര വന്നു? പകുതി എന്ന് പറയുന്ന കൂട്ടി നോക്കിക്കേ. 2.5 2.5 5, 5ഉം 2.5 എത്രയാണ്? 7.5. അപ്പൊ 7.5 ലിറ്റർ ആണ് അതിന്റെ പകുതി എന്ന് പറയുന്നത്. അപ്പൊ അപ്പുറത്തെ പകുതി എത്രയായിരിക്കും? 7.5 തന്നെ ആയിരിക്കും. ശരിയല്ലേ? 7.5 7.5 കൂടെ കൂട്ടിയാൽ എത്ര വരും? 15 ലിറ്റർ എന്ന് വരും. ആകെ മൊത്തം എത്ര ലിറ്റർ അവിടെ ഉണ്ട്? 15 ലിറ്റർ ഉണ്ടായിരുന്നു. കണ്ടോ? വളരെ എളുപ്പത്തിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചില്ലേ? അപ്പം നേരെ നോക്കുക, നമ്മുടെ ഒരു പാത്രം ഉണ്ട്, അതിൽ കുറെ പാലുണ്ട്. അതിനെ ഞാൻ 2 ആക്കി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടും തുല്യമായിരിക്കും. ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കും, ഇത് 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കും. ഇനി ബാക്കിയുള്ളതിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു? 3 ഭാഗങ്ങളായിട്ട് മുറിച്ചു. അപ്പോഴല്ലേ ഒരു 1/3 ഭാഗം എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ദേ ഇത്രയും ഭാഗം പോയിട്ട് ഉപയോഗിച്ച് തീർത്തു. ഇതും ഞാൻ യൂസ് ചെയ്തു, ഇതും യൂസ് ചെയ്തു. ബാക്കി ഇനി എത്ര എൻ്റെ ഉള്ളൂ? ആകെ 5 ലിറ്ററേ ബാക്കിയുള്ളൂ. അപ്പൊ 5 ലിറ്റർ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും നമ്മൾ ഹരിക്കുന്നത്. അപ്പൊ 5-ന്റെ പകുതി എത്രയാ? 2.5. അപ്പൊ ഇതും 2.5 ആയിരിക്കും, ഇതും 2.5 ആയിരിക്കും. എത്ര ലിറ്റർ തന്നിട്ടുണ്ടോ അതിന്റെ നേർ പകുതി അങ്ങ് എടുത്താൽ മതി. അപ്പൊ ഇത് 2 2.5 ആണെങ്കിൽ ഇതും 2.5 തന്നെ ആയിരിക്കും. അപ്പൊ ആകെ മൊത്തം പകുതി എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് കിട്ടി 7.5 ലിറ്റർ ആണ്. ഇത് 7.5 ആണെങ്കിൽ ഇതും 7.5 ആയിരിക്കും. അപ്പൊ ആകെ മൊത്തം എത്രയുണ്ട്? 15 ലിറ്റർ ഉണ്ട്. ഒരു ഇക്വേഷൻ എഴുതണ്ട, സോൾവും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാം. 15 ലിറ്റേഴ്സ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ധാരാളം PSC എക്സാംസിന് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി പാലും വെള്ളവും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുക. ഞാൻ കുറച്ച് മുമ്പ് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.
മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.